നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടു കാണും നിങ്ങൾ ഇറാൻ വിസ ഒക്കെ എങ്ങനെ എടുക്കുന്നത് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് യൂറോപ്പിൽ എങ്ങനെയാണ് ട്രാവൽ ചെയ്യേണ്ടത് പറഞ്ഞിട്ട്. യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഘടകങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ഘടകം വിസ, രണ്ടാമത്തത് ഫ്ലൈറ്റ്സ്, മൂന്നാമത്തത് അക്കോമഡേഷൻ, നാലാമത്തത് ലോക്കൽ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇതൊക്കെ കോർത്തിണച്ച് നിങ്ങളുടെ ട്രിപ്പ് എങ്ങനെ ബഡ്ജറ്റ് ട്രിപ്പായിട്ട് എല്ലാവർക്കും ഒരു സ്വപ്നമാണ് യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ഞാൻ യൂറോപ്പിൻ്റെ ഷെങ്കൻ വിസയെ പറ്റി വീഡിയോ ചെയ്തായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു യൂറോപ്പിലൊക്കെ ഞാൻ പോകുന്നതായിരിക്കും പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ പോയിട്ടൊക്കെ വന്നു. മൊത്തം യൂറോപ്പിൽ ഞാൻ പോയിട്ട് വന്നു. ബാക്കി എല്ലാ കൺട്രീസിലും ഞാൻ പോയിട്ട് വന്നു. എങ്ങനെ ബഡ്ജറ്റ് ട്രിപ്പിൽ നിങ്ങൾക്ക് പോവുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യത്തെ ഘടകമായ ഫ്ലൈറ്റ്സിൻ്റെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് എല്ലാവരും പറയുന്നു 50,000, 60,000, 70,000 ഫ്ലൈറ്റ്സൊക്കെ ഉണ്ട് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് യൂറോപ്പിലേക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ സീരിയസ് ആയിട്ട് ഞാൻ 2-3 വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ 3 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് യൂറോപ്പിലേക്ക് പോയിട്ട് വരാൻ സുഹൃത്തുക്കളെ. ഒരു ബഡ്ജറ്റ് ട്രിപ്പിൽ നിങ്ങൾക്ക് യൂറോപ്പിൽ ഇത് നിങ്ങൾക്ക് ആവുന്ന കൺട്രീസ് പോയിട്ട് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ മെയിനായിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുള്ളൂ സുഹൃത്തുക്കളെ. അതുമല്ലാതെ ബെല്ലൈക്കൺ അമർത്തിയെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വേറെ വീഡിയോ കാണുക. നിങ്ങളെ യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യുക. യൂറോപ്പിലേക്ക് സുഖമായിട്ട് പോയിട്ട് വരാം. നിങ്ങൾക്ക് എന്ത് നിർദ്ദേശം, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഏത് രാജ്യത്തിനെ പറ്റി, യൂറോപ്പിനെ പറ്റി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഐറ്റിനറി ആണെങ്കിലും എന്താണെങ്കിലും എന്നെ മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇതാണ് ഇൻസ്റ്റാഗ്രാം, engineering.travel എന്നാണ്. അപ്പോൾ അതിൽ ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഞാൻ വാചകം അടിക്കുന്നില്ല അധികം, നേരെ വീഡിയോയിലേക്ക് വിട്ടാം. ഇപ്പോൾ ഫ്ലൈറ്റ്സ് എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്? ഇപ്പം നിങ്ങളിപ്പോൾ ഫ്ലൈറ്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ നോക്കും, കേരളത്തിൽ നോക്കും, കൊച്ചിയിൽ നോക്കും, മുംബൈയിൽ നിൽക്കും ചിലപ്പോൾ നോക്കുന്നത് ഫ്ലൈറ്റ്സിൻ്റെ ഇതൊക്കെ. എങ്ങനെയാണ് ഫ്ലൈറ്റ്സ് നിങ്ങൾ ബുക്ക് ചെയ്യുക? എന്തൊക്കെയാണ് ഓപ്ഷൻസ് ചീപ്പായിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനുള്ളത്? അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾക്കറിയാം ഒത്തിരി വെബ്സൈറ്റുകളുണ്ട്. അതിലൊന്ന് മേജറാണ് സ്കൈ സ്കാനർ. എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ സ്കൈ സ്കാനർ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പറഞ്ഞിട്ട് ആർക്കും അറിയില്ല. അതിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ആരും ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയില്ല. നിങ്ങളുടെ ഏതാണ് അടുത്തുള്ള എയർപോർട്ട് ഇതിൻ്റെ പേരിടും. ഇപ്പോൾ കൊച്ചി ആണെങ്കിൽ കൊച്ചിൻ്റെ പേരിടും. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, പാരീസിലേക്ക്, ആ ഡെസ്റ്റിനേഷൻ ഇടും. പിന്നെ നിങ്ങൾ റിട്ടേൺ ഡേറ്റ് ഇട്ട് കൊടുക്കും. ഇതാണ് നിങ്ങൾ മാത്രമല്ല പരമാവധി ആൾക്കാരും ഇതാണ് യൂഷ്വലി ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾക്കൊരു ഇതുണ്ട്. നിങ്ങൾക്ക് കുറേ ഹാക്സ് ഉണ്ട്. എന്തൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട്. ഇപ്പം കയറി കഴിഞ്ഞാൽ ഫ്രം ഡെസ്റ്റിനേഷൻ നിങ്ങൾ കൊച്ചി ഇടും. നിങ്ങൾ കൊച്ചിന് പകരം നിങ്ങൾക്ക് ഇന്ത്യൻ ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ഇന്ത്യനിലുള്ള എയർപോർട്ടിലൊക്കെ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ഡെസ്റ്റിനേഷൻ സ്ഥലത്ത് യൂറോപ്പിൽ ഇട്ടാൽ മതി. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡെസ്റ്റിനേഷൻ ഏതൊരു ഡെസ്റ്റിനേഷനിലും നിങ്ങൾക്ക് എല്ലാം ഷോർട്ടായിട്ട് വരും. ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏത് ഡെസ്റ്റിനേഷൻ, യൂറോപ്പിന് ഏത് ഡെസ്റ്റിനേഷന് ഫ്ലൈറ്റ് ചീപ്പാണ് ആ ഡെസ്റ്റിനേഷനിൽ വെച്ചിട്ട് നിങ്ങളായിട്ട് ഉണ്ടാക്കുക. ഇതാണ് ഒരു മേജോറിറ്റി ആണ്. ഫ്ലെക്സിബിൾ. നിങ്ങൾ ഭയങ്കര ഫ്ലെക്സിബിൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചിലവ് ചുരുക്കി ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ബഡ്ജറ്റ് ട്രിപ്പ് ആണെങ്കിൽ നിങ്ങൾ ഫ്ലെക്സിബിളായിരിക്കണം. ഫ്ലെക്സിബിളാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതാണ് ഡെസ്റ്റിനേഷൻ യൂറോപ്പിനിടുക. എന്നിട്ട് നിങ്ങൾ ഡേറ്റ്സ് ഉള്ള സ്ഥലത്ത് മന്ത് തന്നെ ഇടുക. മന്ത് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന മന്ത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഏത് മന്തിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ മന്തിൻ്റെ പേര് അതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഏത് മന്തിൽ നിങ്ങൾ റിട്ടേൺ വേണോ ആ മന്ത് ഇടുക. ഇപ്പം നിങ്ങൾ നവംബറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡിസംബറിൽ റിട്ടേൺ വേണോ. ഫ്ലൈറ്റ്സിൻ്റെ ഏതാണ് ചീപ്പസ്റ്റ് ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് സ്കൈ സ്കാനറിൽ വരും. ഇതല്ലാതെ വേറൊരു വെബ്സൈറ്റ് കൂടെ ഉണ്ട്, മൊമോഡോ പറഞ്ഞിട്ട്. കുറേ ആൾക്കറിയാം, കുറേ ആൾക്കറിയില്ല. പക്ഷേ സ്കൈ സ്കാനർ അത്രയ്ക്ക് ഇത് ഫേമസ് അല്ല. ഇതിൽ നല്ല ഓപ്ഷൻസ് ഒന്നുമില്ല. സ്കൈ സ്കാനറിൻ്റെ കാട്ടി ചിലപ്പോൾ നിങ്ങൾക്ക്
കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഉപയോഗിച്ചതാണ്, ഇത് ഉപയോഗിച്ചതാണ്, സ്കൈ സ്കാനറും ഇതും മൊമാൻഡോ പിന്നെ kiwi.com ഉണ്ട്. kiwi.com പറഞ്ഞൊരു വെബ്സൈറ്റാണ്. അതിൽ നിങ്ങൾക്ക് ഒരു ഡെസ്റ്റിനേഷൻ വളരെ ഇപ്പോൾ കൊച്ചി, കോഴിക്കോട്, പിന്നെ മുംബൈ അങ്ങനത്തെ ഡെസ്റ്റിനേഷനൊക്കെ ഒന്നിച്ചിട്ടിട്ട് യൂറോപ്പിലേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു റേഞ്ച് കൊടുക്കാൻ നിങ്ങൾക്ക് ഡേറ്റ്സിൻ്റെ റേഞ്ചൊക്കെ കൊടുക്കാൻ പറ്റില്ല. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ്സ് ഏതാണ് ചീപ്പ് പറഞ്ഞിട്ട് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. വളരെ വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ $100 ഇല്ലെങ്കിൽ $50 വ്യത്യാസം വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ 3 വെബ്സൈറ്റ് നിങ്ങൾ നോക്കുക. ഇത് നോക്കി പിന്നെ അടുത്തത് വരുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇപ്പോൾ എമിറേറ്റ്സ് കുറഞ്ഞതാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് എമിറേറ്റ്സിൻ്റെ ആപ്പിലോ ഇല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലോ പോയി നോക്കുക. സോ ഇതാണ് നിങ്ങൾക്ക് ഓരോ ഇത് വെബ്സൈറ്റ് 3 വെബ്സൈറ്റ് ഉണ്ട്. അതിലൊന്നാണ് സ്കൈ സ്കാനർ, മൊമോണ്ടോ പിന്നെ kiwi.com പറഞ്ഞിട്ട്. അതുമല്ലാതെ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കിയിട്ട് അവരുടേതായ ഏതാണ് ഫ്ലൈറ്റ് ഇല്ല അവരുടെ വെബ്സൈറ്റിൽ കയറ്റി നോക്കുക. അവരുടെ വെബ്സൈറ്റിൽ സെയിം റേറ്റ് ആണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ബുക്ക് ചെയ്യാൻ സുഹൃത്തുക്കളെ. ഫ്ലെക്സിബിൾ. നിങ്ങളുടെ അടുത്ത് ദുബായ് വിസ ഉണ്ട്, UAE എമിറേറ്റ്സ് ID ഉണ്ട് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് UAE പോകാൻ ഒരു ഇതില്ല, പ്രശ്നമില്ല വന്നാൽ ഇവിടെ നിന്ന് നേരെ അബുദാബിയിലേക്ക് പോവുക. അബുദാബിയിലേക്ക് നേരെ പോവുക. അബുദാബിയിലേക്ക് 10-12 ഇപ്പോൾ നിങ്ങൾക്ക് നിരക്ക് ഉണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് വിസർ പറഞ്ഞിട്ടുണ്ട്. വിസർ ഞാൻ കാണിച്ചതാണ്. ഞാൻ ഓൾറെഡി കുറേ ബ്ലോഗ്സൊക്കെ എഴുതിയാണ് കുറേ ഫേസ്ബുക്ക് പേജിലൊക്കെ. ഇതാണ് ഞാൻ അബുദാബിയിൽ നിന്ന് കണ്ട ഒരു ഒക്ടോബർ 2 ടിക്കറ്റ് ഫെയറാണ്. വിസറിൻ്റെയാണ്. വിസർ നിങ്ങൾ കേട്ട് കാണുമോയെന്നറിയില്ല, പക്ഷേ വിസറിൻ്റെ ഫ്ലൈറ്റാണ്. അതിൽ നിങ്ങൾക്ക് €30 നിങ്ങൾക്ക് ബുദാപെസ്റ്റ് എത്താം. സോ ബുദാപെസ്റ്റ് ട്രാവൽ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ എങ്ങനെയാണ് സുഹൃത്തുക്കൾ €30 ഇവിടുന്ന് അബുദാബിയിലേക്ക് €30 പറഞ്ഞാൽ ₹3000 പോലും ആവില്ല, ₹2500 ആവുള്ളൂ. എന്നിട്ട് ഇവിടുന്ന് അബുദാബിയിലേക്ക് 12,000, അവിടുന്ന് അങ്ങോട്ട് 3000. ഇത് എമിറേറ്റ്സ് ID ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വീസ എടുക്കേണ്ടി വരും. അതിന് 6,000 എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അതും കൊടുത്തിട്ട് നിങ്ങൾക്ക് മറ്റേ ഫ്ലൈറ്റിൻ്റെ കാട്ടി ഇത് ചീപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അങ്ങനെ 12,000 പിന്നെ ഇവിടെ 2,500, ഓൾമോസ്റ്റ് 14,000 നിങ്ങൾക്ക് യൂറോപ്പ് എത്താം. സെയിം ഡേറ്റിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് വരുമ്പോൾ അബുദാബിന് നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 6 ആവുള്ളൂ. ഞാനിപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇതൊരു ഓപ്ഷൻസാണ്. ഇത് ആർക്കൊക്കെ അനുകൂലമാകും ആർക്കൊക്കെ അനുഭവം ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഇത് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. അതല്ലാതെ നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്ഗ്രേഡേഷൻ ചെയ്യാം. ഫ്രീ ആയിട്ട് അപ്ഗ്രേഡേഷൻ ഇത് ചെയ്യാൻ പറ്റും പറഞ്ഞത് ഞാൻ പ്രത്യേക വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഈ സീരീസ് കഴിഞ്ഞിട്ടായിരിക്കും അത് വരുന്നത്. നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ല അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ ആവുന്നതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ അടങ്ങിയ ഇടുന്നതായിരിക്കും സുഹൃത്തുക്കളെ. എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.